മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുമായി കൂടിക്കാഴ്ച നടത്തി ഓസ്ട്രേലിയയിലെ മലയാളി മന്ത്രി. സിനിമാ സെറ്റിലെ അപ്രതീക്ഷിത കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലുള്ള സൗഹൃദം കൂടി അറിഞ്ഞതോടെ കണ്ടുനിന്നവർക്കും ഇത് അപൂർവ നിമിഷം. റിപ്പോർട്ടിലേക്ക്. സിനിമാ സെറ്റിലെ നടന്റെയും ഓസ്ട്രേലിയൻ മന്ത്രിയുടെയും കൂടിക്കാഴ്ച സിനിമയേക്കാൾ വെല്ലുന്നതായിരുന്നു. ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ വംശജനായ പ്രഥമമന്ത്രി ജിൻസൺ ആൻഡോ ചാൾസ് തന്റെ മാർഗദർശിയും നടനുമായ മമ്മൂട്ടിയെ കാണാനെത്തി. ജീവകാരുണ്യ പ്രവർത്തനത്തിലെ പഴയ സഹപ്രവർത്തകനെ മന്ത്രിയായി മുന്നിൽ കണ്ടപ്പോൾ മമ്മൂട്ടിക്കും ഇത് അഭിമാന നിമിഷം. കൊച്ചിയിൽ ചിത്രീകരണം തുടരുന്ന മഹേഷ് നാരായണന്റെ മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തിന്റെ സെറ്റിലായിരുന്നു അപൂർവ കൂടിക്കാഴ്ച. ഓസ്ട്രേലിയയിലെ നോർത്തേൺ ടെറിട്ടറിയിൽ മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി മമ്മൂട്ടിയെ കാണാനെത്തിയ ജിൻസൺ തന്റെ പ്രിയതാരത്തെ രാജ്യത്തേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഓസ്ട്രേലിയൻ സന്ദർശനത്തിന് ക്ഷണിച്ചുള്ള സർക്കാരിന്റെ ഔദ്യോഗിക കത്ത് ജിൻസൺ മമ്മൂട്ടിക്ക് കൈമാറി. സിനിമയടക്കം 6 സുപ്രധാന വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന മന്ത്രിയുടെ ക്ഷണം മമ്മൂട്ടി ഹൃദയപൂർവ്വം സ്വീകരിക്കുകയും മറ്റൊരു രാജ്യത്തിന്റെ ഭരണതലപ്പത്തേക്ക് എത്തിയ ജിൻസനെ അഭിനന്ദിക്കുകയും ചെയ്തു. വർഷങ്ങളോളം മമ്മൂട്ടിയുടെ കാരുണ്യ ദൗത്യങ്ങളുടെ മുൻനിരയിലുണ്ടായിരുന്ന പാലാ സ്വദേശി കൂടിയായ ജിൻസൺ ഓസ്ട്രേലിയയിലേക്ക് മടങ്ങുന്ന ദിവസമാണ് മമ്മൂട്ടിയെ കാണാനെത്തിയത്. കൊച്ചിയിൽ നിന്ന് നേരിട്ട് വിമാന സർവീസ് തുടങ്ങുന്നതിനായി സർക്കാരിന്റെ ഇടപെടൽ അഭ്യർത്ഥിച്ചായിരുന്നു മന്ത്രിയോടുള്ള മമ്മൂട്ടിയുടെ ആദ്യ ചോദ്യം. മമ്മൂക്ക എന്ന നടനെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അതിലേറെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ആരും കാണാതെ ആളുകളെ സഹായിക്കുന്ന ഒരു സൈഡ് മമ്മൂക്കയ്ക്കുണ്ട്. അത് അച്ഛന്മാരോടും അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റ് ഉന്നതരുമായി ചേർന്ന് അവരുടെ ഒരു ബ്രാൻഡ് വാല്യൂവിനെ എങ്ങനെ ആളുകൾക്ക് പ്രയോജനപ്പെടുത്താമെന്ന് നല്ല രീതിയിൽ കാണിക്കുന്ന ഒരു ഏറ്റവും നല്ല ഉദാഹരണമാണിത്. അപ്പം ആ ഒരു പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടും സഹകരിച്ച് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഇതിനുണ്ടായിരുന്ന എല്ലാ സപ്പോർട്ടുകളും തുടർന്നും ഉണ്ടാകും. അപ്പം മമ്മൂക്ക ഓസ്ട്രേലിയ വരികയും നോർത്തേൺ ടെറിട്ടറി വിസിറ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. 2007 മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രി മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷനുമായി സഹകരിച്ച് കാഴ്ച എന്ന സൗജന്യ നേത്ര ചികിത്സാ പദ്ധതിക്ക് രൂപം നൽകിയപ്പോൾ ആശുപത്രിയിൽ നിന്നുള്ള വിദ്യാർത്ഥി വോളണ്ടിയേഴ്സിനെ നയിച്ചത് നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്ന ജിൻസനായിരുന്നു. കെയർ ആൻഡ് ഷെയറിന്റെ സഹായത്തോടെ നടത്തുന്ന ഫാമിലി കണക്ട് പദ്ധതിയുടെ ഓസ്ട്രേലിയൻ കോർഡിനേറ്റർ ആയിരിക്കുമ്പോഴാണ് ജിൻസൺ ലിബറൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മന്ത്രിപദത്തിലെത്തുന്നത്. വർഷങ്ങൾക്ക് ശേഷം മന്ത്രിയായി മുന്നിലെത്തിയ സഹപ്രവർത്തകന് ആശംസകൾ നേർന്നാണ് മമ്മൂട്ടി യാത്രയാക്കിയത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.